വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ വായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും കണ്ടോ, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈയിന്മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ ആന്റിക്രൈസ്റ്റിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇതാ ഡിജിറ്റൽ ഇന്ത്യ, മോഡി വിഭാവനം ചെയ്യുന്ന ഡിജിറ്റൽ ഇന്ത്യ. വാങ്ങുവാനും വിൽക്കുവാനും ഡിജിറ്റൽ ഇന്ത്യ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. വായിച്ചാട്ടെ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആന്റിക്രൈസ്റ്റിന്റെ സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ പേര്, അതിന്റെ സംഖ്യ 666. 666 കണ്ടോ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിനകത്ത് യോഹന്നാനോട് പറഞ്ഞു, കൈമേലും നെറ്റിമേലും. ഒരു കാര്യം ദൈവദാസൻ വായിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ. കണ്ടില്ലേ, നവംബർ മാസത്തിൽ ബാങ്കിൽ ക്യൂ നിന്ന് എത്ര പേരുണ്ട്? 8 കോടി രൂപ കൊരട്ടി ബാങ്കിലിട്ട് അച്ചായന്, കൊരട്ടി പഞ്ചായത്ത് വെക്കുന്ന 12,000 കിട്ടുന്ന പൊന്നമാമയ്ക്കും കിട്ടിയത് 4,000. കണ്ടോ, ഇതാ പത്മോസിൽ യോഹന്നാൻ കണ്ട വെളിപ്പാട്. വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ, മുഴുവർക്കും ഡിജിറ്റൽ. കമ്പ്യൂട്ടർ കാശ് കൊടുക്കും. ഇങ്ങോട്ട് നോക്ക്, മൊത്ത തെളിവ് ഞാനിവിടെ ഉണ്ട്. സംശയം തീർക്കേണ്ടവർക്കെല്ലാം തരാം. ഇതായിരിക്കുന്നു അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ഒബാമ. കൈമേലും നെറ്റിമേലും ചിപ്പ്, RFID. പറഞ്ഞു തരാം, ഒരു നേഴ്സ് മാത്രം മതി ഇത് വെക്കാൻ. 4 ചിപ്പിനെ മാനിക്കുലേറ്റ് ചെയ്ത് മാറ്റാം. ഇതിനകത്ത് 4 ചിപ്പ് കയറ്റാം. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. നമുക്കറിയാം, കാർഡ് പോയി കഴിഞ്ഞാൽ കാര്യം പോയി. റൊമേനിയക്കാർ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ ഈ കാർഡിനെ എവിടെ കയറ്റാം? MBBS MDയും തൃശ്ശൂർ അമലേന്ന് യോഹന്നാൻ എടുത്തില്ല. സ്വർഗം പറഞ്ഞ് കൈമേലോ നെറ്റിമേലോ. കണ്ടോ, ബൈബിളിൽ വിത്ത് റിലേറ്റഡ് ടു സയൻസ്. നമ്മുടെ അപ്പച്ചന്മാർ മരിക്കാൻ കിടക്കും, പൾസ് റേറ്റ് കൈ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടു, പീഡിയാട്രിക് ഡോക്ടർ നോക്കും, നെറ്റി ചാർജ് ചെയ്യാൻ പറ്റിയ പ്രതലം. ഇതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്നോർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. മനുഷ്യനെ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. പേര് വേണ്ട, ആധാർ. ഇൻഫോസിസിന്റെ ചെയർമാനായ, ഇനി പാസ്പോർട്ട് വേണ്ട, ആധാർ. ഇൻഫോസിസിന്റെ ചെയർമാനായ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ഇന്ത്യ കൊണ്ടുവന്ന സാധനം ആധാർ. ഇസ്രായേലിന്റെ മാസം അക്കം 12 മാറാൻ പോകുന്നു. NPR. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയതാ. കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സ്റ്റാഫ് എനിക്ക് എന്ന പാസ്റ്ററെ പ്രസംഗിക്കണം. ആസ്ട്രേലിയ മുഴുവൻ ചിപ്പ്, ലേറ്റസ്റ്റ് വേർഷൻ. ആസ്ട്രേലിയ മുഴുവൻ ചിപ്പ്. കേരള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തു ചിപ്പ്. അക്കത്തിന്മേൽ അറിയപ്പെടുന്നു. ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കയിലെ അമേരിക്കൻ ഐഡന്റിറ്റി. എന്റെ പ്രസംഗം കേട്ട ഷാർജയിലുള്ള ഒരു ചെറുപ്പക്കാരൻ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു. സാർ, ഇവിടെ ജിറ്റെക്സ് നടക്കുന്നു ദുബായിൽ, കമ്പ്യൂട്ടർ ഷോ. അന്ന് മൊട്രോള വന്നു. ഒരു അറബിയുടെ കൈ ചിപ്പ് കയറ്റി. അറബി ചിപ്പ് വെച്ച് ATM-ൽ നിന്ന് കാശെടുത്തു. അവിടെ അറബികളെല്ലാം കൂടെ തലേക്കെട്ടോടുകൂടി പാടിയെന്ന് പത്രത്തിൽ ഫോട്ടോ. ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, 2 കൊല്ലം മുമ്പ് പാസ്റ്റർ പ്രസംഗിച്ച CD ഞങ്ങൾ വായിച്ചു. ഈ പൈസ വെച്ച് ചിപ്പ് വെച്ച് കാശെടുക്കുമെന്ന് അറബി പൈസ എടുത്ത് തലേക്കെട്ടുകാരെല്ലാം കൂടെ അവിടെ ചാടിയെന്ന്. സ്വത്രം. ദുബായിൽ അവര് ലോകം മൊത്തം കാണിച്ചെന്ന്. സ്വത്രം. 666. നിങ്ങൾ മനസ്സിലാക്കണം, ഡിജിറ്റൽ ഇന്ത്യ 2030 മോഡി സാർ വിഭാവനം ചെയ്യുന്ന ഈ കാർഡ് വേണ്ട. 2006 മുതൽ 2005 ഞാൻ ദൈവവചന പ്രഘോഷണത്തിന് സ്റ്റേജിൽ കയറിയ 12 വർഷം. 2006 മുതൽ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുമ്പോൾ ഓരോ തെളിവുകളാ. അന്ന് പ്രസംഗിച്ച കേട്ട പലരും പറയുന്നു, സാറേ ഇതെല്ലാം സംഭവിക്കുക. ഇനി നിങ്ങൾ നോക്കണം, 666. ഇത് ടോട്ടൽ കൂട്ടിയാൽ 18. ഇന്ന് നിങ്ങളുടെ ATM കാർഡ്, വിസ കാർഡ്, ഇതിനകത്തെല്ലാം 16 അക്ക നമ്പർ, 18 ഇല്ല. ഇത് തയ്യാറാക്കുന്ന ഒരു IT ഗ്രൂപ്പ്. അവരോട് ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾ എന്താ 18 അക്കം കയറ്റാത്തത്? അതിൽ ദൈവവിശ്വാസിയ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, മൊബൈലിൽ 2 0 കയറ്റുന്നത് പോലെ ഞാൻ 2 0 കയറ്റാൻ നോക്കി, 18 അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവസാനം 2 0 ഇടാൻ നോക്കി, വാലിന് ഇടാൻ നോക്കുന്നില്ല. കമ്പ്യൂട്ടർ എറർ. ആ കുഞ്ഞെന്നോട് പറഞ്ഞത്, കമ്പ്യൂട്ടർ എറർ കാണിക്കുന്നതിന്റെ പിൻപിൽ, ഈ 18 അക്കം വരാതിരിക്കുന്നതിന്റെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർ ഈ തലമുറയിൽ എടുക്കപ്പെടും. 18 അക്കം വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ മണവാട്ടി.
രണ്ട് കാര്യങ്ങളിൽ അവൻ യഹൂദനോട് മത്സരിക്കും. ഒന്ന്, യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. രണ്ട്, ഈ ചിപ്പ് വെക്കത്തിൽ. ഒറ്റ വാക്യം ഇപ്പൊ മമ്മ വായിക്കും. ലേവ്യ പുസ്തകം 13:28 സയൻസ്. ഈ ചിപ്പ് യഹൂദൻ വിൽക്കത്തില്ല. ലേവ്യ പുസ്തകം 13:28 ഒന്ന് വായിച്ചിട്ട് മക്കളെ കേക്കട്ടെ. എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പ് ആകുന്നു. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പത്തെ. അതാർത്ഥം കൈക്കകത്ത് മറുകോ പൊള്ളലോ ഏറ്റവൻ യഹൂദ ലേവി ഗോത്ര നിയമപ്രകാരം പാളയത്തിന് പുറത്ത് ശപിക്കപ്പെട്ടവൻ. കണ്ടോ, ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രം ഞാൻ പഠിച്ചു. ഇതെല്ലാം വന്നിട്ടും ഒരു യഹൂദനും ചിപ്പ് വെച്ചില്ല. പ്രമാണത്തിന് വിരുദ്ധം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 1, അവൻ കമ്പ്യൂട്ടറിനെ നമസ്കരിക്കത്തില്ല. നമ്പർ 2, അവൻ ഈ ചിപ്പ് വെക്കത്തിൽ. അർത്ഥം, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ അവന്റെ തലയിറക്കും. അന്ന് താഴെ വീഴുന്ന യഹൂദന്റെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കണ്ടോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഏകലോക ഭരണം വാതിൽക്കൽ. നിങ്ങൾക്കറിയാം, ചിപ്പ് മുഴുവൻ 400 ഉപഗ്രഹങ്ങൾ. ഗലീലിയോ തമിഴ്നാട്ടിൽ പോയാൽ അവർ പറയും വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. ആരെങ്കിലും അറിയുന്നോ? ഇവിടുന്നുള്ള ഒരാൾ കന്യാകുമാരി പോയാൽ വീട്ടുകാർ പോലും അറിയത്തില്ല, മൊബൈൽ പറയും വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. ഇന്റർനെറ്റ് സംവിധാനം. നാളെ രാത്രി കൊരട്ടിയിൽ നോക്കണം, വെളുപ്പിന് സൂപ്പർ ഫാസ്റ്റിൽ നോക്കണം. GPS ചെയ്യുന്നത് ആര്? തിരുവനന്തപുരത്തെ കെൽട്രോൺ 12 അക്ക നമ്പർ തമ്പാനൂരിൽ അടിക്കുമ്പോൾ ചാലക്കുടി, പെരുമ്പാവൂർ, മാനന്തവാടി, കോഴിക്കോട് വന്ന പാസ്റ്റിന് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നെങ്കിൽ സാത്താന്റെ ടെക്നോളജിയേക്കാൾ വലിയ ടെക്നോളജി സ്വർഗത്തിന്റെ കയ്യിലുണ്ട്. അവൻ ആര്? 10,000 മത്സ്യങ്ങൾ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തന്റെ ഭക്തന് വേണ്ടി ചതുദ്രമ പണത്തെ ഒരുക്കിയ ദൈവം നമ്മുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ തന്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരാറായി. ഒറ്റ കാര്യം, പെന്തക്കോസ് പെരുന്നാളിൽ സഭ ആരംഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ. അന്ന് സ്വത്രാഴ്ച പാത്രമില്ല, കമ്മിറ്റിയില്ല, കൗൺസിലില്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് ആത്മശക്തി പ്രാപിച്ചു. ആ ചിപ്പ പരിശുദ്ധാത്മാവിന്റെ ചിപ്പ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ മേൽ 2 ചിപ്പ് വാഴത്തില്ല. സാത്താന്റെ 666ന്റെ ചിപ്പ് നിങ്ങളുടെ കൈമേലോ നെറ്റിമേലോ പതിക്കുന്നതിന് മുമ്പ് ആത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? 2 ചിപ്പ് ഒരു മനുഷ്യന്റെ മേൽ വരത്തില്ല. സാത്താന്റെ 666ന്റെ ചിപ്പ് നിങ്ങളുടെ കൈമേലോ നെറ്റിമേലോ വരുന്നതിന് മുമ്പ് ഈ തലമുറയിൽ ആത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കർത്താവ് തൻ ഗംഭീരനാഥ പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ഈ തലമുറയിൽ ഹാനോക്ക് എടുക്കപ്പെട്ടത്, ഏലിയാവ് എടുക്കപ്പെട്ടതുപോലെ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 5 കാര്യം: മിലിറ്ററി, നിയമം, വൺ വേൾഡ് ഓർഡർ, റിലീജിയൻ, കമ്പ്യൂട്ടർ, അതിനുശേഷം ചിപ്പ് അഥവാ ഡിജിറ്റൽ കറൻസി. ഇത്രയും വന്ന് നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ എന്നിട്ടും ആന്റി ക്രൈസ്റ്റ് വന്നില്ലല്ലോ. കാര്യം 1 വായിക്കുക, 2 തെസ്സലോനിക്കർ. ഈ വാക്യം നോട്ട് ചെയ്തോണം എല്ലാവരും. എന്തുകൊണ്ട് എതിർ ക്രിസ്തു ഭരണത്തിൽ വരുന്നില്ല? തടുക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ആരോ വഴിയിൽ തടുക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ട്രാഫിക് പോലീസുകാരന്റെ പോലെ. ആരാ? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. സാത്താന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോണം. ആരാ തടുക്കുന്നത്? തൂണല്ല, തുരുമ്പല്ല. പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ സെഗിയോൻ മാളികയിൽ ആരാധിച്ചപ്പോൾ അവരിലേക്ക് ഇറങ്ങി വന്ന ദൈവാത്മശക്തിയാൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേർ കുത്തുകൊണ്ട് സ്നാനപ്പെട്ട് 3120 ആരംഭിക്കപ്പെട്ട ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടണം. ഇന്ന് രാത്രി ആരെ ചേർക്കാനാ വരുന്നത്? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. ഈ തലമുറയിൽ പ്രാണപ്രിയൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ,
നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. സത്യത്തിലും ആത്മാവിനും വേണ്ടി കൊരട്ടിക്കിൽ ഇറങ്ങി തിരിച്ച് വീട്ടുകാർ പുറത്താക്കി, നാട്ടുകാർ കുറ്റം പറഞ്ഞു, ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പൈതല്, 2 പ്രാവിനെ യാഗപീഠത്തിൽ വരും, ഒരു പ്രാവിനെ അറക്ക്, കുറുപ്രാവിന്റെ രക്തം മറ്റേ പ്രാവിന്റെ മുഖത്ത് വീഴും. കുറുപ്രാവിന്റെ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുക. അവൻ കരയുമ്പോൾ ആ പ്രാവിന്റെ മുഖം ആർക്കും കാണണ്ട. എന്നാൽ ആ പ്രാവിന്റെ മുഖത്ത് നോക്കി സ്വർഗം പറയുന്നു, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരുന്ന് കരയുന്ന അപ്പച്ച, അമ്മച്ചി, സഹോദര, നിന്നെ ചേർക്കാ യേശു മണവാളൻ വരാറായി. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഒരു നിമിഷം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ പഴയ അപ്പച്ചന്മാർ ചാലക്കുടിയിലും പറവട്ടാനിയിലും തൃശ്ശൂരിലും ആത്മാവിൽ പാടി ആരാധിച്ചു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങുന്നു. കുഞ്ഞെ, ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒറ്റ ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല. ഒരു പ്ലെയിന് 2 ചിറകുണ്ട്. ഒന്നിൽ ഫ്യൂവൽ ടാങ്കും പ്രൊപ്പല്ലറും എഞ്ചിനും. അങ്ങനെയെങ്കിൽ ഈ വചനം കേട്ടത് കൊണ്ട് ആര് സ്വർഗത്തിൽ പോകത്തില്ല. രണ്ടാമത്തെ കാര്യം ആരാധന. 5 മിനിറ്റ് വൈകിയാലും ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്ക്. രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് രാത്രി